ബി.ജെ.പിയുടെ ഏറ്റവും നാണം കെട്ട ഒരു പ്രചരണ തന്ത്രമാണിത്. ഇന്ന് നമ്മൾ കാണുന്ന 90% ബി.ജെ.പിക്കാരും ഇതുപോലുള്ള പ്രചരണ തന്ത്രങ്ങൾ കണ്ട് മതഭ്രാന്ത് മൂത്ത് ബി.ജെ.പി ചേർന്നവരാണ്. ഇതിൽ ഈ വംശവെറി മൂത്ത തീവ്രവാദികൾ അവകാശപ്പെടുന്നത് 2080% ഹിന്ദുസ് ഉള്ള ഇന്ത്യയില് 2025 വെറും 68% മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി മനസ്സിലാക്കുക, 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 84% ഹിന്ദുസ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി 2025 26 വന്നു കഴിഞ്ഞിട്ടുണ്ട് 78.9% ഹിന്ദുസ് ഇന്ത്യയിലുണ്ട്. അപ്പോഴും ഇവിടുത്തെ 5% ഹിന്ദുസ് എവിടെ പോയി എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവരെയൊക്കെ വംശഹത്യ ചെയ്ത് കളഞ്ഞു എന്ന് അവകാശപ്പെടാൻ പോലും ആളുകളുണ്ടാവും. കാരണം അവരുടെ ഉദ്ദേശം ഇവിടെ മത തീവ്രവാദികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെയുള്ള മറ്റുള്ള മതവിഭാഗങ്ങളുടെ ശതമാനം കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു മതത്തിൽ ഈ 5.1% കുറവ് വന്നിരിക്കുന്നത്. അതായത് 1947 ഇന്ത്യയിലെ ക്രിസ്ത്യൻസിന്റെ പോപ്പുലേഷൻ 2.3%. ഇത് 2025 വെറും 3.5% മാത്രമാണ് കൂടിയിട്ടുള്ളൂ. അപ്പൊ ഇത് വെളിവുള്ളവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 1947 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ വെറും 1.2% മാത്രമാണ് ക്രിസ്ത്യൻസിന്റെ പോപ്പുലേഷൻ ഇന്ത്യയിൽ കൂടിയിരിക്കുന്നത്. ഇനി 1941 പാകിസ്ഥാനായിട്ട് വിഭജിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ 23.6%. പിന്നെ ഇത് 1951 9.8% രേഖപ്പെടുത്തി. ഇനി 2025 ഇന്ത്യയിലെ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ എത്രയാണ്? 14.6%. 1947 മുതൽ 2025 വരെ എത്ര ശതമാനം കൂടി? വെറും 4.8% മാത്രം. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, ബി.ജെ.പി എന്ന് പറയുന്ന നികൃഷ്ട ജീവികളുടെ ഒരു ഫേക്ക് പ്രപ്പകണ്ട മാത്രമാണിത്. മനുഷ്യനെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വേർതിരിച്ച് നമ്മുടെ സമൂഹത്തിൽ വിഷപ്പുഴുക്കളെ നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവര്.